മൂർച്ചയേറിയ ഒരു ആയുധം കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ തലക്ക് കുത്തിയതെന്നാണ് നമുക്ക് നൽകുന്ന സൂചനകൾ. ഈ ആയുധം കണ്ടെത്താനായിട്ടില്ല പോലീസിന്. എന്തായാലും അടുത്ത നിമിഷങ്ങൾക്കകം തന്നെ ഈ ആയുധം കണ്ടെത്തുകയും വിദ്യാർത്ഥിക്ക് നേരെ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥികൾ മഞ്ചേരിയിലും പെരിന്തൽമണ്ണയിലും. ശരി, ജിഷാദിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ മുസ്തഫ വാഴത്തുടി താഴേക്കോട് പഞ്ചായത്ത് മെമ്പറാണ് മുസ്തഫ ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ മുസ്തഫ, ഈ സംഭവം അറിഞ്ഞിരുന്നോ? ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ കുറച്ച് ദൂരത്താണ്. ഞാൻ സ്ഥലത്ത് അവിടെ എത്തിയിട്ടില്ല. ഞാനിങ്ങനെ ഓരോ ചാനലുകളിലും അതേപോലെ നാട്ടിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അറിഞ്ഞ വിവരം വെച്ചിട്ട് ഇത് അവര് ചെറിയ കേസുകൾക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റായി എന്നല്ലാതെ വലിയൊരു ഒരു അപകട നിലയിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ള, അത്ര വലിയൊരു സംഭവം ആയിട്ടില്ല എന്നുള്ള അപ്പൊ ഞാൻ അറിഞ്ഞത്. പക്ഷെ ഞാൻ അവിടെ എത്തിയാൽ വിവരങ്ങൾ അറിയാൻ കഴിയുള്ളൂ. എനിക്ക് പൂർണ്ണമായിട്ട് വിവരങ്ങൾ അറിയില്ല. അതായത് നമുക്കിപ്പോ റിലയബിൾ സോഴ്സിൽ ഞാൻ വിളിച്ചപ്പോ എനിക്ക് കിട്ടിയ ന്യൂസ് ഇങ്ങനെയാണ്. അത്ര വലിയൊരു കേസുകളൊന്നും അല്ല, അത്ര വലിയ അത്യാഹിതങ്ങളല്ല. ഇപ്പൊ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തായാലും അഡ്മിറ്റ് ആക്കേണ്ടി വരുമല്ലോ. അപ്പോ അങ്ങനെയുള്ള അഡ്മിറ്റുകളാണ്. ഒരു കുട്ടിയെ പെരിന്തൽമണ്ണ, 2 കുട്ടിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലുമാണ് ഇപ്പൊ അഡ്മിറ്റ് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇപ്പൊ ഈ കുട്ടികളുടെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ എല്ലാ വർഷവും ചെറുതായിട്ട് ഇപ്പൊ ഈ മീഡിയങ്ങൾ തമ്മിൽ, അതായത് ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം, ഇപ്പൊ എല്ലാ സ്കൂളുകളിലും അവര് അപ്പൊ മീഡിയങ്ങൾ തമ്മിലുള്ള ആ ഒരു കോംപ്ലക്സ് ഇപ്പൊ കുട്ടികളാണ് അവരുടെ ആ ഒരു പ്രായം, അവരുടെ എന്താ പറയാ ആ ഒരു പക്വതയില്ലായ്മയൊക്കെ ചിലപ്പോ അവരെ. മുസ്തഫ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ. അതായത് ഇതിപ്പോൾ നമുക്ക് അറിയുന്നൊരു വിവരം അനുസരിച്ച് ഇതിലൊരു ആയുധം, എന്തോ ഒരു മൂർച്ചയുള്ള ഒരു ആയുധം വെച്ചാണ് മറ്റു കുട്ടികളെ കുത്തി പരിക്കേൽപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ എന്ത് കാര്യത്തിനായാലും എന്ത് വിഷയമാണെന്ന് പറഞ്ഞാലും സ്കൂൾ വിദ്യാർത്ഥികളാണ്, പരീക്ഷ എഴുതുന്ന സമയമാണ്. അതിനിടയിൽ സ്കൂളിൽ വന്ന് ഇത്തരത്തിലുള്ളൊരു അക്രമ സ്വഭാവത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ കാര്യമല്ലേ? അത് ശരിയാണ്. സാധാരണ അത് സംശയമൊന്നുമില്ല. ഒരു അധ്യാപകൻ എന്നല്ല, ഞാനും ഒരു അധ്യാപകൻ തന്നെ, റിട്ടയർ ചെയ്ത അധ്യാപകനാണ്. എനിക്കറിയാം കുട്ടികളുടെ ഒരു സ്കൂൾ ക്യാമ്പസിൽ എങ്ങനെ കുട്ടികൾ പെരുമാറണം. അതിൽ നിന്നൊക്കെ ഇപ്പൊ നമ്മൾ ഒരുപാട് ഇപ്പൊ മൊത്തത്തിൽ നമുക്കറിയാലോ കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അതിന്റെ ഒരു ചെറിയ സംഭവം തന്നെയാണ് ഇത് പറയാം. ഇതിപ്പോ എന്താ, ഇത് സാധാരണ ഇപ്പൊ നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. 2, 3, 4 വർഷങ്ങളായിട്ട് ഇപ്പൊ ഈ ഒരു ഇങ്ങനെ ഓരോ സംഘർഷങ്ങൾ ചെറുതായിട്ടുണ്ടാകും. അത് പോലീസ് വന്നത് ഇടപെട്ട് അങ്ങനെ ഇല്ലാതാക്കാറുണ്ട്. ഇത് പെട്ടെന്ന് ഇപ്പൊ ഇത്ര വലിയൊരു സംഭവം ഉണ്ടായത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കത്തിക്കുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ നല്ലൊരു ചെറിയ ടൂൾ കൊണ്ടെന്താ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോ ആശ്വാസകരമായ കാര്യം തന്നെയാണ് ശ്രീ മുസ്തഫ. അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നറിയുന്നതിൽ അത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷെ ഈ കുട്ടികളുടെ ഇടയിലെ ഇത്തരത്തിലുള്ള ഒരു അക്രമ സ്വഭാവം, ഒരു കത്തിക്കുത്തിലേക്ക് പോലും പോകുന്നു എന്ന് പറയുന്ന ഒരു ഗുരുതരമായ കാര്യമല്ല. കത്തിക്കുത്ത് കത്തി ഒന്നും അല്ല എന്നുള്ള ഞാൻ അവിടെ സ്കൂളിൽ വിളിച്ചപ്പോ കേട്ടത്. അവര് എന്തോ ഒരു സ്റ്റൂളിന്റെ എന്തോ ഒരു പീസോ കാലിന്റെ പീസോ എന്തൊക്കെ അതുകൊണ്ടൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ എന്തായാലും എനിക്കിപ്പോ എന്താണ് കറക്റ്റ് ആയിട്ട് എനിക്കത് പറയാൻ കഴിയില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കിപ്പോ അത് എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.